പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പദാർത്ഥ സ്വഭാവം, ജലം, ലോഹങ്ങൾ എന്നിങ്ങനെയുള്ള 3 ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 50 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതേപോലെ അടുത്ത മാസം യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എഴുതാൻ പോകുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 50 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക. അവസാനം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഇരുമ്പാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ഏതാണ്? താഴെ പറയുന്നതിൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ലോഹം ഏതാണ്? ഉത്തരം കാൽസ്യമാണ്. അടുത്ത ചോദ്യം, ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ സാധിക്കും. ഈ സവിശേഷത എന്തു പേരിൽ അറിയപ്പെടുന്നു? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ പറ്റും. ഈ സവിശേഷത ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡക്റ്റിലിറ്റി ആണ്. അടുത്ത ചോദ്യം, വൈദ്യുതി ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. അടുത്ത ചോദ്യം, അൽനിക്കോയിലെ ഘടകങ്ങൾ ഏതൊക്കെ? അൽനിക്കോയിലെ ഘടകങ്ങൾ ഏതൊക്കെ? അൽനിക്കോ ഒരു ലോഹ സങ്കരമാണ്. അപ്പോൾ ഇതിലെ ഘടകം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ അയൺ, അലുമിനിയം, നിക്കൽ ആൻഡ് കോബാൾട്ട്, ബി കോപ്പർ ആൻഡ് സിങ്ക്, സി കോപ്പർ ആൻഡ് ടിന്ന്, ഡി നിക്കൽ, ക്രോമിയം, അയൺ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അയണും അലുമിനിയവും നിക്കലും കോബാൾട്ടുമാണ് അൽനിക്കോയിലെ ഘടകങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? താഴെ പറയുന്നതിൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ സോഡിയം, ബി പൊട്ടാസ്യം, സി ഇതൊന്നുമല്ല, ഡി ഇവ രണ്ടും. ഇതിലേതാണ് താഴെ പറയുന്നതിൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഡി ആണ്, ഇവ രണ്ടും. അതായത് സോഡിയവും പൊട്ടാസ്യവും മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹമാണ്. നിങ്ങൾ ലാബിൽ കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. മണ്ണെണ്ണയിലാണ് ഈ സോഡിയവും അതേപോലെ പൊട്ടാസ്യവും സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും നല്ല താപചാലകം, താഴെ കൊടുത്തവയിൽ ഏറ്റവും നല്ല താപചാലകം ഏതാണ്? ഏറ്റവും നല്ല താപചാലകം? ഉത്തരം വെള്ളിയാണ്. വെള്ളി ഏറ്റവും നല്ല താപചാലകമാണ്. അടുത്ത ചോദ്യം, നിക്രോമിലെ ഘടകങ്ങൾ ഏതൊക്കെ? നിക്രോമിലെ ഘടകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ, ബി കോപ്പർ ആൻഡ് ടിൻ, സി കോപ്പർ ആൻഡ് സിങ്ക്, ഡി അയൺ, അലുമിനിയം, നിക്കൽ ആൻഡ് കോബാൾട്ട്. ഇതിലേതാണ് നിക്രോമിലെ ഘടകങ്ങൾ? ഉത്തരം നിക്കൽ, ക്രോമിയം, അയൺ ഇവയാണ് നിക്രോമിലെ ഘടകങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ്രാവകം വാതകമായിട്ട് മാറുന്ന താപനില. ദ്രാവകം വാതകമായിട്ട് മാറുന്ന താപനില ഏതാണ്? ഉത്തരം തിളനിലയാണ്. അടുത്ത ചോദ്യം, മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മാലിയബിലിറ്റി എന്ന് വെച്ചാൽ അടിച്ചു പരത്തുന്ന, അതായത് ലോഹത്തിനെ നമുക്ക് അടിച്ചു പരത്താൻ പറ്റും. ഈ കഴിവിനെയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടിയ ലോഹം ഏതാണ് താഴെ കൊടുത്തവയിൽ? ഇതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഉത്തരം സ്വർണ്ണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ സിങ്ക്, ബി സോഡിയം, സി ലിഥിയം, ഡി പൊട്ടാസ്യം. ഏതാണ് താഴെ പറയുന്നതിൽ മൃദുലോഹം അല്ലാത്തത്? ഉത്തരം സിങ്ക് ആണ്. ബാക്കിയുള്ളവ മൃദുലോഹങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രോൺസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? ബ്രോൺസിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോപ്പർ ആൻഡ് ടിന്ന്, ബി ടിൻ, അലുമിനിയം, സി സിങ്കും ടിന്നും, അതേപോലെ ഡി കോപ്പർ ആൻഡ് സിങ്ക്. ഇതിലേതാണ് ബ്രോൺസിൻ്റെ ഘടകങ്ങൾ? ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. കോപ്പറും ടിന്നുമാണ് ബ്രോൺസിൻ്റെ ഘടകങ്ങൾ. അടുത്ത ചോദ്യം, ലോഹങ്ങൾ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാൻ കഴിയും. ഈ സവിശേഷത എന്തു പേരിൽ അറിയപ്പെടുന്നു? ലോഹങ്ങൾ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയും. ഈ സവിശേഷത എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാലിയബിലിറ്റി. ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഹങ്ങൾ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ പറ്റും. ഈ സവിശേഷതയാണ് എന്ത്? മാലിയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് ആ ഡാഷ്?
ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ എന്തു പേരിലാണ് വിളിക്കുന്നത്? എന്തു പേരിലാണ് വിളിക്കുന്നത്? ഉത്തരം വ്യാപനമാണ്. അടുത്ത ചോദ്യം, ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ്. ഏതാണ് പ്രക്രിയ? ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം അംശിക സേചനമാണ്. അംശിക സേചനം വഴിയാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിക്കുന്നത്. അടുത്ത ചോദ്യം, പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം സെപ്പറേറ്റിംഗ് ഫണലാണ്. പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. അടുത്ത ചോദ്യം, നിശ്ചിത വ്യാപ്തമുള്ളതും എന്നാൽ ഒരു ആകൃതി ഇല്ലാത്തതുമായിട്ടുള്ള പദാർത്ഥ അവസ്ഥ. നിശ്ചിത വ്യാപ്തമുണ്ട് പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു ആകൃതി ഇല്ലാത്ത പദാർത്ഥം ഏതാണ്? ഉത്തരം ദ്രാവകമാണ്. ദ്രാവകത്തിന് നിശ്ചിത വ്യാപ്തമുണ്ട് പക്ഷേ ഏത് പാത്രത്തിൽ വെക്കുന്നു ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും. നിശ്ചിതമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള അതായത് കറക്റ്റായിട്ടുള്ള ഒരു ആകൃതി എന്തിനില്ല? ദ്രാവകത്തിനില്ല. അടുത്ത ചോദ്യം, ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശുദ്ധപദാർത്ഥങ്ങൾ. അതായത് ശുദ്ധപദാർത്ഥങ്ങളിലെ കണികകളെല്ലാം ഒരേ സ്വഭാവമായിരിക്കും. അടുത്ത ചോദ്യം, സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? രാസവസ്തു ഏതാണ്? ഉത്തരം സോഡിയം ക്ലോറൈഡ് ആണ്. നിശ്ചിത ആകൃതിയും വ്യാപ്തവുമില്ലാത്ത പദാർത്ഥ അവസ്ഥ ഏതാണ്? നിശ്ചിത ആകൃതിയും വ്യാപ്തവുമില്ലാത്ത പദാർത്ഥ അവസ്ഥ ഏതാണ്? ഉത്തരം വാതകമാണ്. വാതകത്തിന് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ല. അടുത്ത ചോദ്യം, സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരെ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ്. എന്താണ് ആ പ്രതിഭാസം? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസം എന്താണ്? പ്രതിഭാസം എന്താണ്? ഉത്തരം കേശികത്വമാണ്. അടുത്ത ചോദ്യം, ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികളെ അവയുടെ ഭാരത്തിൻ്റെ വ്യത്യാസത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായിട്ടുള്ള ഘടകകണികളെ അവയുടെ ഭാരത്തിൻ്റെ വ്യത്യാസത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഭാരത്തിൻ്റെ വ്യത്യാസത്തിലാണ്. ഉത്തരം എന്താണ്? ഉത്തരം സെൻട്രിഫ്യൂജ് ആണ്. സെൻട്രിഫ്യൂഗിങ് ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്രാവക മിശ്രിതത്തിലെ അലയങ്ങളായിട്ടുള്ള ഘടക കണികകളെ വേർതിരിക്കുന്നത്. അതിനുള്ള ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. അടുത്ത ചോദ്യം, പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ എന്താണ്? ഓപ്ഷൻ എ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ബി ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സി ക്വാർക്ക്, ഡി പ്ലാസ്മ. ഏതാണ് പദാർത്ഥത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ? ഉത്തരം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. അടുത്ത ചോദ്യം, ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഡാഷ്. ഏതാണ് പ്രക്രിയ? ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ. സാധാരണ ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്താവണം? ദ്രാവകമാവണം. ഇവിടെ എന്താ? ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ. അത് ഏതാണ് ആ പ്രക്രിയ എന്നാണ് ചോദ്യം. ഉത്തരം ഉത്പതനമാണ്. ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പതനം. അടുത്ത ചോദ്യം, സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണ് ഉള്ളത്? സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം ഏതവസ്ഥയിലാണ് ഉള്ളത്? പദാർത്ഥം പ്ലാസ്മാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മാവസ്ഥയിലാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ഏതാണ് പദാർത്ഥങ്ങൾ? വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? ഉത്തരം മിശ്രിതങ്ങൾ. അപ്പോൾ ഒരേ സ്വഭാവമുള്ള കണികകളാണെങ്കിൽ ശുദ്ധപദാർത്ഥങ്ങൾ, വ്യത്യസ്തമാണെങ്കിൽ മിശ്രിതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഇല്ലാത്ത പദാർത്ഥ അവസ്ഥ. നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഇല്ലാത്ത പദാർത്ഥ അവസ്ഥ. ഉത്തരം എന്താണ്? ഉത്തരം വാതകമാണ്. നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഇല്ലാത്ത പദാർത്ഥ അവസ്ഥ വാതകമാണ്. അടുത്ത ചോദ്യം, നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥ അവസ്ഥ. നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉള്ള പദാർത്ഥ അവസ്ഥ. നിശ്ചിത ആകൃതിയുണ്ട്, വ്യാപ്തവുമുണ്ട്. ഏതാണ് അവസ്ഥ? ഏതാണ് അവസ്ഥ? ഉത്തരം ഖരമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ സോപ്പ് വളരെ കുറച്ചു മാത്രം പതയുന്നത്. താഴെ കൊടുത്തവയിൽ സോപ്പ് വളരെ കുറച്ചു മാത്രം പതയുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ മൃദുജലത്തിൽ, ബി ശുദ്ധജലത്തിൽ,
സി കഠിനജലത്തിൽ, ഡി ഘനജലത്തിൽ. ഇതിലേതിലാണ് സോപ്പ് വളരെ കുറച്ചു മാത്രം പതയുന്നത്? ഏതിലാണ്? ഉത്തരം കഠിനജലത്തിലാണ്. അടുത്ത ചോദ്യം, ചെറുജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ചെറുജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ഓപ്ഷൻ എ അഡ്ഹിഷൻ, ബി കൊഹിഷൻ, സി പ്രതലബലം, ഡി ഇതൊന്നുമല്ല. ജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിനുള്ള കാരണം ഏത് പ്രതിഭാസം മൂലമാണ്? ഉത്തരം പ്രതലബലമാണ്. അടുത്ത ചോദ്യം, ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ഡാഷ്. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ഡാഷ്. ഓപ്ഷൻ എ ട്രിപ്പിൾ പോയിന്റ്, ബി തിളനില, സി ദ്രവണാങ്കം, ഡി ഇതൊന്നുമല്ല. ഖരം ദ്രാവകമായിട്ട് മാറുന്ന താപനില ഏതാണ്? ഉത്തരം ദ്രവണാങ്കമാണ്. അടുത്ത ചോദ്യം, കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റുകൾ മൂലമുണ്ടാകുന്ന ജലകാഠിന്യം ഏതാണ്? കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റുകൾ മൂലമുണ്ടാകുന്ന ജലകാഠിന്യം ഏതാണ്? ഉത്തരം താൽക്കാലിക കാഠിന്യമാണ്. കാൽസ്യം മഗ്നീഷ്യം ബൈകാർബണേറ്റുകൾ മൂലമുണ്ടാകുന്ന ജലകാഠിന്യം താൽക്കാലിക കാഠിന്യം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നിർവീര്യലായകം ഏതാണ്? താഴെ കൊടുത്തവയിൽ നിർവീര്യലായകം ഏതാണ്? ഉത്തരം ജലമാണ്. ഓപ്ഷൻ സി ജലമാണ്. നിർവീര്യലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. അടുത്ത ചോദ്യം, ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ഡാഷ്. ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ഏതാണ്? ദ്രാവകം ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ബാഷ്പീകരണമാണ്. അടുത്ത ചോദ്യം, പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില എത്രയാണ്? പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില എത്രയാണ്? ഉത്തരം 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത്. കാരണം എന്താ? പ്രഷർ കുക്കറിൽ മർദ്ദം കൂടുമ്പോൾ എന്ത് ചെയ്യും? തിളനില കൂടും. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടും. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് മർദ്ദം കൂടൂലേ, അപ്പോൾ നമ്മുടെ തിളനില കൂടും. അതുകൊണ്ടാണ് 120 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ ജലം തിളക്കുന്ന താപനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരത്തിൽ ഏകദേശം എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരത്തിൽ ഏകദേശം എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? ഉത്തരം 65%. അടുത്ത ചോദ്യം, ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ജലം ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ജലം ഏതാണ്? ഓപ്ഷൻ എ മൃദുജലം, ബി കഠിനജലം, സി ഘനജലം, ഡി ഇതൊന്നുമല്ല. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ജലം ഏതാണ്? ഉത്തരം ഘനജലമാണ്. അടുത്ത ചോദ്യം, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ഖരം, ബി പ്ലാസ്മ, സി ദ്രാവകം, ഡി വാതകം. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ എന്താണ്? പ്ലാസ്മയാണ്. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ തിളനില എത്രയാണ്? ജലത്തിൻ്റെ തിളനില എത്രയാണ്? ഉത്തരം ഞാൻ നേരത്തെ ഒരു തവണ സൂചിപ്പിച്ച് കഴിഞ്ഞു. എത്രയാണ് ജലത്തിൻ്റെ തിളനില? ഉത്തരം 100 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കും? ജലം ഘനീഭവിച്ചിട്ട് ഐസ് ആകുമ്പോൾ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കും? സാന്ദ്രത കുറയും. ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ സാന്ദ്രത കുറയും. അടുത്ത ചോദ്യം, ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഓപ്ഷൻ എ അതിശോഷണം, ബി ഡിസ്റ്റിലേഷൻ, സി ഇതൊന്നുമല്ല, ഡി ക്രോമാറ്റോഗ്രാഫി. ഏതാണ് ഉത്തരം? ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെയാണ് വേർതിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ഉത്തരം ക്രോമാറ്റോഗ്രാഫിയാണ്. അടുത്ത ചോദ്യം, ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ സാന്ദ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു, അത് കുറയുന്നു കണ്ടു. ഇനി ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം കൂടും, സാന്ദ്രത കുറയും. അടുത്ത ചോദ്യം, കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവാണ്. എന്താണ് ആ കഴിവ്? കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവും. അത് ഏത് കഴിവാണ്? ആ കഴിവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സൊനോരിറ്റി ആണ്. അതായത് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ശബ്ദം പുറപ്പെടും. ആ ഒരു കഴിവിനെ സൊനോരിറ്റി എന്ന് അറിയപ്പെടും. അടുത്ത ചോദ്യം, ഘനജലത്തിൽ ഹൈഡ്രജൻ ഏത് ഐസോടോപ്പാണ് അടങ്ങിയിരിക്കുന്നത്? ഘനജലത്തിൽ ഹൈഡ്രജൻ്റെ ഏത് ഐസോടോപ്പാണ് അടങ്ങിയിരിക്കുന്നത്? ഏതാണ്? ഘനജലത്തിൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയമാണ് അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം,
അനുയോജ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം നീക്കം ചെയ്യാൻ സാധിക്കുന്ന കാഠിന്യം ഏതാണ്? അനുയോജ്യമായിട്ടുള്ള രാസവസ്തുക്കൾ മാത്രം കൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കുന്ന ജലകാഠിന്യം ഏതാണ്? ഓപ്ഷൻ എ അസ്ഥിര കാഠിന്യം, ബി താൽക്കാലിക കാഠിന്യം, സി സ്ഥിര കാഠിന്യം, ഡി ഇതൊന്നുമല്ല. ഉത്തരം സ്ഥിര കാഠിന്യമാണ്. രണ്ട് തരത്തിലുള്ള കാഠിന്യമാണുള്ളത്. ഒന്ന് താൽക്കാലിക കാഠിന്യവും മറ്റൊന്ന് സ്ഥിര കാഠിന്യവും. താൽക്കാലിക കാഠിന്യം നമുക്ക് ചൂടാക്കിയാൽ, ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കിയാൽ താൽക്കാലിക കാഠിന്യത്തിന് നമുക്ക് മറികടക്കാൻ പറ്റും. പക്ഷേ സ്ഥിര കാഠിന്യം നമുക്ക് ഇല്ലാതാക്കാൻ, അത് നീക്കം ചെയ്യാൻ നമുക്ക് ചില പ്രത്യേക രാസവസ്തുക്കളും അതേപോലെ പ്രത്യേക റിയാക്ഷൻസ് ഒക്കെ വേണം. അതാണ് സ്ഥിര കാഠിന്യം. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം നീക്കം ചെയ്യാൻ സാധിക്കുന്ന കാഠിന്യമാണ് സ്ഥിര കാഠിന്യം. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ബ്ലേഡ് ശ്രദ്ധയോടെ വെച്ചാൽ അത് താഴ്ന്നു പോകാറില്ല. കാരണം എന്താണ്? ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ബ്ലേഡ് ശ്രദ്ധയോടെ വെച്ചാൽ അത് താഴ്ന്നു പോകില്ല. കാരണം എന്താണ്? ഉത്തരം പ്രതലബലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലേഡ് ശ്രദ്ധയോടെ വെക്കുമ്പോൾ താഴോട്ട് പോകാത്തത്. അടുത്ത ചോദ്യം, പ്രാണികൾക്ക് ജലോപരിതലത്തിൽ നടക്കാൻ കഴിയുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? ചില പ്രാണികൾ ജലത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതേത് പ്രതിഭാസം മൂലമാണെന്നാണ് ചോദ്യം. അത് പ്രതലബലമാണ്. അപ്പോൾ 2 ചോദ്യങ്ങളായി പ്രതലബലത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട്. അപ്പോൾ ചെറുപ്രാണികൾ ജലോപരിതലത്തിൽ നടക്കാൻ കഴിയുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്? പ്രതലബലം മൂലമാണ്. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിൽ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഏത് ആകൃതിയിലാണ്? ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിൽ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഏത് ആകൃതിയിലാണ്? ഗോളാകൃതിയിലായിരിക്കുമ്പോഴായിരിക്കും ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഉത്പതനം കാണിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉത്പതനം എന്താണെന്ന് നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ്? ഖരപദാർത്ഥങ്ങൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനമാണ് ഉത്പതനം. അപ്പോൾ ആ ഒരു പ്രതിഭാസം കാണിക്കുന്ന പദാർത്ഥം ഏതാണ് താഴെ കൊടുത്തവയിൽ? ഉത്തരം അയഡിനാണ്. അയഡിൻ ഉത്പതനം കാണിക്കും. അടുത്ത ചോദ്യം, പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം ജലമാണ്. സിമ്പിൾ അല്ലേ? ഖരവും ദ്രാവകവും വാതകമായിട്ട് ജലം കാണപ്പെടുന്നു. 50 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമാണ്. 2024 ആദ്യത്തെ അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങളെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ.